പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ഒന്നോ രണ്ടോ നാളുകൾ കൊണ്ട് നമ്മൾ തീരുമെന്ന് പ്രതീക്ഷിച്ച കറൻസി ക്ഷാമം മാസം 1 കഴിഞ്ഞിട്ട് നമ്മളെ വിട്ടകന്നിട്ടില്ല. ഇപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ബിസിനസ് തകർന്ന് ആകെ ഒരു മുരടിച്ച അവസ്ഥയിലാണ്. നമ്മൾ സാധാരണക്കാരാണെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് ഒരു നിയന്ത്രണം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളുടെ കയ്യിലൊന്നും ചില്ലറയില്ല. ആകെ ഉള്ളത് കൂടുതലും 2000-ന്റെ നോട്ടുകളാണ്. 500-ന്റെ നോട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കത് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. മുൻപ് ഞാൻ നിങ്ങൾക്ക് പേടിഎം എന്നൊരു ആപ്ലിക്കേഷനും അതിലെ വാലറ്റ് സൗകര്യവും പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ പേടിഎം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സംരംഭമായതിനാൽ ഒട്ടുമിക്കവർക്കും അതിനോട് വിശ്വാസ്യത കുറവാണ്. അതുമാത്രമല്ല, പേടിഎമ്മിനെ പറ്റി ഒരു ചെറിയ അപവാദവും ഈയിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI ബഡ്ഡി എന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഏതൊരു ബാങ്കിൽ അക്കൗണ്ടുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഈ അക്കൗണ്ടിലെ വാലറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു തുക നിങ്ങളുടെ ഏത് ബാങ്കിന്റെ ATM കാർഡ് ഉപയോഗിച്ചും ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വാലറ്റിലേക്ക് ആഡ് ചെയ്ത തുക നിങ്ങൾക്ക് റെയിൽവേ ടിക്കറ്റ് വാങ്ങുന്നതിനോ ഇനി മറ്റൊരാൾക്ക് ക്യാഷായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനോ എല്ലാം തന്നെ സാധിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യാം. അങ്ങനെ റിസീവ് ചെയ്യുന്ന ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിനുള്ള സൗകര്യവും ഇതിൽ ഉണ്ട്. മറ്റൊരു ആകർഷകമായ സൗകര്യം, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ക്യാഷ് തരാൻ മറന്നിരിക്കുകയാണ് എങ്കിൽ അവൻ SBI ബഡ്ഡി എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ ഒരു റിക്വസ്റ്റ് വിടാം. അതായത് എനിക്ക് തരാനുള്ള ക്യാഷ് തരൂ എന്ന് പറഞ്ഞു. അവൻ അത് അക്സെപ്റ്റ് ചെയ്താൽ അവന്റെ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരും. അങ്ങനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് SBI ബഡ്ഡി. ഇന്ന് ഒട്ടുമിക്ക ഷോപ്പുകളിലും അവരുടെ ബിസിനസ് ഡള്ളായിരിക്കുന്നതിനാൽ അവർ സ്വൈപ്പിംഗ് മെഷീനുകളും ഇതുപോലെ വാലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. SBI ബഡ്ഡി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും കുടുംബത്തിലുള്ളവർക്കുമെല്ലാം പരിചയപ്പെടേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഈ SBI ബഡ്ഡി. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എങ്ങനെ നിങ്ങളുടെ SBI ബഡ്ഡി ആപ്ലിക്കേഷനിലേക്ക് അഥവാ SBI ബഡ്ഡി എന്ന ഈ ആപ്ലിക്കേഷന്റെ വാലറ്റിലേക്ക് ക്യാഷ് എങ്ങനെ ആഡ് ചെയ്യാമെന്നും ആ ക്യാഷ് മറ്റൊരാൾക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നും ഇതുകൂടാതെ എങ്ങനെ നിങ്ങളുടെ SBI ബഡ്ഡി ആപ്ലിക്കേഷനിൽ കിടക്കുന്ന വാലറ്റിലെ ആ തുക വളരെ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ ധാരാളം എന്നുണ്ട്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാത്തവർ ധാരാളം. അപ്പോൾ അത്തരക്കാരെ ഉദ്ദേശിച്ച് വളരെ ലളിതമായിട്ട്, സ്വല്പം നിങ്ങൾ അഡ്വാൻസ്ഡ് യൂസേഴ്സിന് ഇത് കാണുമ്പോൾ ഒരു ദേഷ്യമൊക്കെ തോന്നാം, കാരണം ഇതൊക്കെ ഇത്ര വിശദമായി പറഞ്ഞു തരേണ്ടതുണ്ടോ എന്ന്. പക്ഷേ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒട്ടനവധി ആളുകളാണ് ഉള്ളത്. ഫേസ്ബുക്കിലുള്ളതിനേക്കാൾ വളരെ അധികം ആളുകൾ പുറത്തുണ്ട്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായിട്ടാണ് ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, എങ്ങനെയാണ് വാലറ്റ് ഉപയോഗിക്കുന്നതെന്ന്. പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റ് സെക്ടർ ഉള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഭാഷ തിരഞ്ഞെടുക്കുക എന്നാണ്. മലയാളം ലഭ്യമാണ് എങ്കിലും മലയാളത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പം ഇംഗ്ലീഷ് തന്നെയായിരിക്കും. വലിയ ഇംഗ്ലീഷ് നോളജ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ രേഖപ്പെടുത്തുക. അതിനു താഴെ എന്റർ ഇമെയിൽ അഡ്രസ് എന്ന് കാണുന്ന ഭാഗത്ത് ഒരു ഇമെയിൽ അഡ്രസ് നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നൽകിയിട്ടുള്ള Gmail ID തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഫസ്റ്റ് നെയിം എന്നതിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യ ഭാഗവും സെക്കൻഡ് നെയിം എന്നതിൽ രണ്ടാമത്തെ ഭാഗവും രേഖപ്പെടുത്തുക. അതായത് നിങ്ങളുടെ പേര് ശരത് M എന്നാണെങ്കിൽ ഫസ്റ്റ് നെയിം എന്നതിൽ ശരത് എന്നും സെക്കൻഡ് നെയിം എന്നതിൽ M എന്നും, അതേസമയം ശരത് മോഹൻ എന്നാണ് എങ്കിൽ ഫസ്റ്റ് നെയിം എന്നത് ശരത് എന്നും സെക്കൻഡ് നെയിം മോഹൻ എന്നും എന്റർ ചെയ്യുക. തുടർന്ന് ജനനത്തീയതി തിരഞ്ഞെടുത്തു കൊടുക്കണം. അതിനായുള്ള കോളത്തിൽ അമർത്തുമ്പോൾ തന്നെ മറ്റൊരു ബോക്സ് ഓപ്പൺ ആകും. അതിൽ ഇടതുവശത്ത് മുകളിൽ വർഷത്തിൽ അമർത്തിയാൽ ഓരോ വർഷവും നമുക്ക് മുകളിലേക്കോ താഴേക്കോ ചലിപ്പിച്ച് ആവശ്യമായ വർഷം തിരഞ്ഞെടുക്കാനാകും. തുടർന്ന് മാസം തിരഞ്ഞെടുക്കാൻ മാസത്തിന്റെ പേരിന് ഇടതും വലതുമായുള്ള ആരോ ചിഹ്നത്തിൽ അമർത്തിയാൽ മതിയാകും. മാസം തിരഞ്ഞെടുത്താൽ അടുത്തത് ആ മാസത്തിലുള്ള നിങ്ങളുടെ ജനനത്തീയതിയും തിരഞ്ഞെടുത്ത് OK എന്നതിൽ അമർത്തുക. തുടർന്ന് താഴെ സൈൻ അപ്പ് എന്ന ഓറഞ്ച് കളർ ബട്ടൺ അമർത്തുക. സ്വല്പനേരം കാത്തിരിക്കുക. നിങ്ങൾ രേഖപ്പെടുത്തിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോഡ് അഥവാ നമ്പർ SMS ആയി വരും.
അതൊരു വൺ ടൈം പാസ്വേഡ് അഥവാ OTP ആണ്. അതായത് ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമുള്ളതാണ്. സൂക്ഷിച്ചു വയ്ക്കുകയോ ഓർമ്മിച്ചിരിക്കുകയോ വേണ്ട. നിങ്ങൾക്ക് ലഭിച്ച ആ നമ്പർ മറ്റാർക്കും ഒരിക്കലും കൈമാറരുത്. ആ നമ്പർ ആപ്ലിക്കേഷനിൽ എന്റർ OTP ഫ്രം SMS എന്ന കോളത്തിൽ തെറ്റാതെ രേഖപ്പെടുത്തുക. തൊട്ട് താഴെയായി സെറ്റ് 4 ഡിജിറ്റ് പിൻ എന്നതിലും കൺഫേം 4 ഡിജിറ്റ് പിൻ എന്നതിലും നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കോഡ് രേഖപ്പെടുത്തുക. 4 അക്കമാണ് അതിൽ മാക്സിമം നമുക്ക് രേഖപ്പെടുത്താവുന്നത്. ആപ്ലിക്കേഷനിൽ ഓരോ പ്രാവശ്യവും തുക കൈമാറുമ്പോഴും മറ്റും ഇത് രേഖപ്പെടുത്തേണ്ടി വരും. ഒരു കാരണവശാലും ഇത് മറ്റാർക്കും കൈമാറരുത്. അതുപോലെ തന്നെ അതൊരിക്കലും മറക്കാതിരിക്കാൻ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ സെറ്റ് 4 ഡിജിറ്റ് പിൻ എന്നതിൽ 6666 എന്നാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ കൺഫേം 4 ഡിജിറ്റ് പിൻ എന്നതിലും 6666 എന്ന് തന്നെ രേഖപ്പെടുത്തണം. അതായത് 2 കോളത്തിലും ഒരേ നമ്പർ തന്നെയായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് സെലക്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നതിൽ അമർത്തിയാൽ ധാരാളം ചോദ്യങ്ങൾ കാണാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും എന്ന് തോന്നുന്ന ഒരു ചോദ്യം സെലക്ട് ചെയ്യുക. താഴെ എന്റർ ആൻസർ എന്ന ഭാഗത്ത് ആ ചോദ്യത്തിന് ഉത്തരവും നൽകുക. പിന്നീട് പാസ്വേഡ് മറന്നുപോകുന്ന ഒരവസ്ഥ വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ തിരികെ കയറാനും പുതിയ പാസ്വേഡ് ലഭിക്കാനുമാണ് ഈ ചോദ്യവും ഉത്തരവും. നിങ്ങൾ നൽകുന്ന ഉത്തരം എന്ത് തന്നെ ആയാലും അത് മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായി അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നതിന് നേരെ ഒരു ബട്ടൺ കാണാം. അത് വലത്തോട്ട് അമർത്തി നീക്കുക. അവിടെ നിങ്ങൾക്ക് അതിന്റെ കളർ മാറുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ സബ്മിറ്റ് എന്ന ഓറഞ്ച് ബട്ടണിൽ അമർത്തുക. ഇത്രയുമായാൽ SBI ബഡ്ഡി എന്ന ഈ ആപ്പിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന ആദ്യ ഭാഗം വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. രജിസ്ട്രേഷൻ വിജയകരമായി നടന്നു കഴിയുമ്പോൾ നമുക്ക് പിൻ നമ്പർ രേഖപ്പെടുത്താനുള്ള ഒരു ഭാഗമായിരിക്കും കാണുക. അതിൽ എന്റർ പിൻ എന്ന ഭാഗത്ത് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് 2 പ്രാവശ്യം രേഖപ്പെടുത്തിയ ഞാൻ ഓർമ്മിച്ചു വെക്കണമെന്ന് പറഞ്ഞ ആ 4 അക്ക നമ്പർ രേഖപ്പെടുത്തുക. തുടർന്ന് ലോഗിൻ എന്നെഴുതിയിരിക്കുന്ന ഓറഞ്ച് ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷന്റെ പ്രധാന ഭാഗത്ത് എത്തിയിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് 4 പ്രധാനപ്പെട്ട ഐക്കണുകൾ കാണാം. ആഡ് മണി, സെൻഡ് മണി, പേ നൗ, റീചാർജ് ആൻഡ് ബിൽ പേ എന്നിങ്ങനെയാണവ. മുകളിലായി മൈ ബാലൻസ് എന്നതിന് നേരെ 0 എന്ന് നമുക്ക് കാണാം. അതാണ് നമ്മുടെ വാലറ്റിലെ ബാലൻസ്. നമുക്ക് ഒരാൾക്ക് തുക അയക്കാനോ ഒരു വ്യാപാരിയിൽ നിന്നും എന്തെങ്കിലും വാങ്ങാനോ ആദ്യമായിട്ട് വാലറ്റിൽ പണമുണ്ടായിരിക്കണം. പണം നമുക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് വാലറ്റിലെത്തിക്കാം. അതിനായി ആഡ് മണി എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ വാലറ്റിലേക്ക് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന തുക രേഖപ്പെടുത്തുക. ആദ്യമായി ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് 100 രൂപ ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അതിനായി എന്റർ എമൗണ്ട് എന്ന ഭാഗത്ത് 100 എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് താഴെ നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് എന്നിവയിൽ നിന്നും ഡെബിറ്റ് കാർഡ് എന്നത് അമർത്തുക. നെറ്റ് ബാങ്കിംഗ് ഒട്ടുമിക്കവർക്കും അതിന്റെ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഡെബിറ്റ് കാർഡ് അഥവാ ATM കാർഡ് സൗകര്യം സെലക്ട് ചെയ്യുന്നത്. ഡെബിറ്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ATM കാർഡാണ്. തുടർന്ന് താഴെ കണ്ടിന്യൂ എന്ന ഓറഞ്ച് ബട്ടൺ അമർത്തുക. ഇനി വരുന്ന ഭാഗത്ത് ഡെബിറ്റ് കാർഡ് എന്നതിൽ അമർത്തുക. മുകളിലായിട്ട് എമൗണ്ട് കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം താഴെ ഡെബിറ്റ് കാർഡ് എന്നതിൽ അമർത്തുക. ഇപ്പോൾ കാണുന്ന ഭാഗത്ത് കാർഡ് നമ്പർ എന്നതിൽ ഡെബിറ്റ് കാർഡിന്റെ നമ്പർ രേഖപ്പെടുത്തുക. സ്ക്രീനിൽ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളുടെ കാർഡ് നമ്പർ കാണുന്ന ഭാഗം. താഴെ എക്സ്പിറേഷൻ ഡേറ്റ് എന്നതിൽ മന്ത്, ഇയർ എന്നിവയിൽ നിങ്ങളുടെ ATM കാർഡിന്റെ കാലാവധി തീരുന്ന മാസവും വർഷവും തിരഞ്ഞെടുത്ത് നൽകുക. ആ തീയതി നിങ്ങളുടെ കാർഡിന്റെ മുൻവശത്ത് തന്നെ കാണാനാകും. അടുത്തതായി CVV അഥവാ CVC എന്നതിൽ നിങ്ങളുടെ കാർഡിന് പുറകുവശമുള്ള 3 അക്ക നമ്പർ നോക്കി ടൈപ്പ് ചെയ്യുക. CVV എന്നാൽ കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ എന്നാണ് അർത്ഥം. ഇതും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് കാർഡ് ഹോൾഡർ നെയിം എന്നതിൽ ATM കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഇവിടെയും രേഖപ്പെടുത്തുക. അതിനുശേഷം മേക്ക് പേയ്മെന്റ് എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ മറ്റൊരു വൺ ടൈം പാസ്വേഡ് നിങ്ങളുടെ ATM കാർഡിന്റേതായി മൊബൈലിൽ വരും. അതിൽ വരുന്ന കോഡ് അഥവാ വൺ ടൈം പാസ്വേഡ് എന്നതിന് താഴെയായി രേഖപ്പെടുത്തി സബ്മിറ്റ് എന്ന ബട്ടൺ അമർത്തുക. ഇനി സ്വല്പനേരം കാത്തിരിക്കുക. ഇപ്പോൾ ആപ്ലിക്കേഷന് മുൻവശം വരികയും അതിൽ വാലറ്റ് തുക 100 എന്നായി കൂടിയിരിക്കുന്നതും കാണാൻ സാധിക്കും. വാലറ്റിൽ ക്യാഷ് ഒക്കെ എത്തിയല്ലോ. ഇനി നമുക്ക് ആർക്കെങ്കിലും അയച്ചു നോക്കാം. അതിനായി സെൻഡ് മണി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് എന്റർ യുവർ കോണ്ടാക്ട്സ് എന്ന് കാണാം.
നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന കോണ്ടാക്റ്റുകൾ ആ ഭാഗത്ത് പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ക്യാഷ് ലഭിക്കേണ്ട വ്യക്തിയുടെ ഫോൺ നമ്പർ അവിടെ രേഖപ്പെടുത്തിയാലും മതിയാകും. തുടർന്ന് കണ്ടിന്യൂ എന്ന ഓറഞ്ച് ബട്ടൺ അമർത്തുക. തുടർന്ന് എന്റർ എമൗണ്ട് എന്ന ഭാഗത്ത് എത്ര രൂപയാണ് അയക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തുക. ഡിസ്ക്രിപ്ഷൻ എന്ന ഭാഗത്ത് ആവശ്യമെങ്കിൽ മാത്രം എന്തിന് അയക്കുന്നു എന്ന് കാരണം രേഖപ്പെടുത്താം. അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. തുടർന്ന് കണ്ടിന്യൂ എന്ന ഓറഞ്ച് കളർ ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഒരു ബോക്സ് തെളിഞ്ഞു വരും. അതിൽ നമ്മൾ എത്ര രൂപയാണ് അയക്കാൻ പോകുന്നതെന്നും അതിന് എന്തെങ്കിലും ഫീ ബാങ്ക് ചുമത്തുന്നുണ്ടെങ്കിൽ അതും തെളിഞ്ഞു വരും. അതിനൊപ്പം എന്റർ പിൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ രഹസ്യ പിൻ കോഡ്, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച 6666ന്റെ ഭാഗത്ത് നിങ്ങൾ രേഖപ്പെടുത്തിയ ആ 4 അക്ക നമ്പർ അത് ഇവിടെയും രേഖപ്പെടുത്തുക. തുടർന്ന് കൺഫേം എന്ന ഓറഞ്ച് കളർ ബട്ടൺ അമർത്തുക. സ്വല്പനേരത്തിനുള്ളിൽ നിങ്ങളുടെ വാലറ്റിൽ നിന്നും നിങ്ങൾ അയച്ച തുക കുറയുകയും അത് ലഭിക്കേണ്ട വ്യക്തി SBI ബഡ്ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വാലറ്റിൽ ആ തുക കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യും. ഞാൻ അയച്ച ക്യാഷ് എന്റെ രണ്ടാമത്തെ അക്കൗണ്ടിൽ വന്നു എന്നുള്ള SMS-ഉം എന്റെ വാലറ്റിലെ ബാലൻസ് തുക കൂടിയതും ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷന്റെ ഇടതുവശത്തെ മെനുവിൽ നിന്നും മൈ ട്രാൻസാക്ഷൻസ് എന്നത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നതും പോയിരിക്കുന്നതുമായ എമൗണ്ടുകളുടെ വിവരങ്ങൾ ഒരു പാസ്ബുക്കിലേതുപോലെ തന്നെ കാണാൻ സാധിക്കും. അടുത്തായി നമുക്ക് വാലറ്റിൽ വന്ന തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെ എന്ന് നോക്കാം. അതിനായി ഇടതുവശത്ത് മുകളിലായി കാണുന്ന 3 വരകൾ കാണുന്നതിൽ അമർത്തുക. അതാണ് ഈ ആപ്ലിക്കേഷന്റെ മെനു. അതിൽ നിന്നും ട്രാൻസ്ഫർ ടു അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മുടെ വാലറ്റിലെ ബാലൻസ് തുക എത്രയെന്ന് കാണിക്കും. അതിൽ നിന്നും എത്ര രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത് എന്ന് താഴെ എന്റർ എമൗണ്ട് എന്ന കോളത്തിൽ രേഖപ്പെടുത്തുക. തുടർന്ന് താഴെ ഡിസ്ക്രിപ്ഷൻ എന്നത് ആവശ്യമെങ്കിൽ മാത്രം നൽകാം. അത് എന്തിനാണ് ഈ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ വിവരണം ആവശ്യമെങ്കിൽ മാത്രം നൽകിയാൽ മതി. അതിന് താഴെ IMPS MMID എന്നും IMPS IFSC എന്നും കാണാം. IMPS എന്നാൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് സർവീസ് എന്നാണ്. അതായത് പെട്ടെന്ന് ക്യാഷ് അയക്കാൻ ഉപയോഗിക്കുന്ന ഒരു സർവീസാണത്. പെട്ടെന്ന് ക്യാഷ് അയക്കാൻ MMID ആണോ IFSC നമ്പറാണോ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒട്ടുമിക്കവർക്കും MMID ലഭിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ എളുപ്പമുള്ള IFSC സെലക്ട് ചെയ്യാം. IFSC സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന കോളങ്ങളിൽ ആദ്യത്തേതിൽ ഏത് ബാങ്കിലെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് മാറ്റേണ്ടത് ആ ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തുക. അടുത്ത കോളത്തിൽ ആ ബാങ്കിന്റെ IFSC നമ്പർ രേഖപ്പെടുത്തുക. IFSC നമ്പർ പാസ്ബുക്കിലും ചെക്ക് ബുക്കിലും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു ചെക്ക് എടുത്ത് നോക്കിയാലും അതിൽ IFSC നമ്പർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൽ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറിന് അടുത്തായിട്ട് തന്നെ IFSC നമ്പറും എഴുതിയിട്ടുണ്ടാവും. ഉദാഹരണം ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് നോക്കുക. തുടർന്ന് സെലക്ട് അക്കൗണ്ട് ടൈപ്പ് എന്നതിൽ നിന്നും സേവിങ്സ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങളുടെ പിൻ നമ്പർ ചോദിക്കും. എന്റർ പിൻ എന്ന ഭാഗത്ത് ആ 4 അക്ക പിൻ നമ്പർ എന്റർ ചെയ്യുക. തുടർന്ന് കൺഫേം എന്നത് അമർത്തുക. സ്വല്പനേരത്തിനുള്ളിൽ തന്നെ ആ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും. ക്യാഷ് സെൻഡ് ആയതിന്റെയും എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു എന്നതിന്റെയും SMS വരുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് ആസ്ക് മണി എന്ന ഭാഗമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മെനുവിൽ നിന്നും ആസ്ക് മണി എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ആരോടാണോ പണം ആവശ്യപ്പെടേണ്ടത് അയാളുടെ പേര് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും സെർച്ച് ചെയ്തെടുക്കുകയോ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് നൽകുകയോ ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് എന്റർ എമൗണ്ട് എന്ന ഭാഗത്ത് എത്ര തുകയാണ് ആവശ്യപ്പെടേണ്ടത് എന്ന് വെച്ചാൽ അത് രേഖപ്പെടുത്തുക. അതിന് താഴെ ആവശ്യമെങ്കിൽ തുക ആവശ്യപ്പെടാനുള്ള കാരണം രേഖപ്പെടുത്താം. അതിന് താഴെ പിൻ നമ്പർ രേഖപ്പെടുത്തുക. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തിയാൽ തുക ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിക്വസ്റ്റ് ആ വ്യക്തിക്ക് SBI ബഡ്ഡിയിലേക്ക് സെൻഡ് ആകും. റിക്വസ്റ്റ് ലഭിക്കുന്ന വ്യക്തി ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും മൈ പേയ്മെന്റ് റിക്വസ്റ്റ് എന്നത് സെലക്ട് ചെയ്താൽ അവിടെ തുക ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന റിക്വസ്റ്റ് കാണാം. ആ വ്യക്തി അതിൽ അക്സെപ്റ്റ് എന്ന ബട്ടൺ അമർത്തി തുടർന്നു വരുന്ന ഭാഗത്ത് ഡിസ്ക്രിപ്ഷൻ നൽകി കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തിയാൽ മറ്റൊരു ബോക്സ് വരും. അവിടെ പിൻ നമ്പർ രേഖപ്പെടുത്തി കൺഫേം എന്ന ബട്ടൺ അമർത്തിയാൽ തുക അദ്ദേഹത്തിന്റെ വാലറ്റിൽ നിന്നും കുറയുകയും നിങ്ങളുടെ വാലറ്റിൽ ആ തുക കൂടുകയും ചെയ്യുന്നു. മെനുവിൽ നിന്നും മൈ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്താൽ നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും പിൻ നമ്പറുമെല്ലാം പുതുക്കാനുള്ള സൗകര്യം കാണാം. ഒപ്പം ആവശ്യമെങ്കിൽ നമ്മുടെ വാലറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനുമെല്ലാം ഈ SBI ബഡ്ഡി എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ പ്രധാന ആവശ്യങ്ങൾ പണം സ്വീകരിക്കുക, അയച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ആവശ്യമായ ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. ഒരു കടയുടമയ്ക്ക് ക്യാഷ് കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ SBI ബഡ്ഡി QR കോഡ് സ്കാൻ ചെയ്യുകയാണ്.
അതിനായി പേ നൗ എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് വരുന്ന ഭാഗത്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യാം. അല്ലെങ്കിൽ അദ്ദേഹം തരുന്ന അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന്റെ QR കോഡ് നമ്മൾ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ കാണുന്ന ക്യാമറ ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ക്യാമറ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. നമുക്കും ഇത്തരം QR കോഡ് ഉണ്ട്. ആപ്ലിക്കേഷന്റെ ഹോമിൽ നമ്മുടെ വാലറ്റ് ബാലൻസ് കാണിക്കുന്നതിന് നേരെയായി ഒരു ചെറിയ QR കോഡ് കാണാം. ആ കോഡിൽ ടച്ച് ചെയ്താൽ അത് വലിയ രൂപത്തിലേക്ക് വരും. മറ്റുള്ളവർക്ക് ഈ കോഡ് സ്കാൻ ചെയ്യിച്ച് ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനും പിൻ നമ്പറും എന്റർ ചെയ്താൽ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ക്യാഷ് അയക്കാം. സ്മാർട്ട് ഫോൺ ആദ്യമായി ഉപയോഗിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ സ്വല്പം ദൈർഘ്യം കൂടുതലായിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബത്തിലെ മുതിർന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് മൊബൈൽ വാലറ്റ് എന്ന്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അവരും അറിഞ്ഞിരിക്കട്ടെ. വീണ്ടും മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ഞാൻ രതീഷ്. കമ്പ്യൂട്ടർ, മൊബൈൽ സംബന്ധമായ ഇത്തരം അറിവുകൾ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ലഭിക്കുന്ന എന്റെ പേജ് ലൈക്ക് ചെയ്യുക. പേജ് സെലക്ട് ചെയ്ത് ഫോളോയിങ് എന്ന ബട്ടൺ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് മുകളിൽ വലതുവശത്തെ 3 ഡോട്ടുകൾ കാണുന്നതിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് ഓൾ പോസ്റ്റ് എന്നതും ഓൾ ലൈവ് പോസ്റ്റ് എന്നതും സെലക്ട് ചെയ്യുക. പേജിൽ ഹോം, പോസ്റ്റ്, വീഡിയോസ് എന്നിങ്ങനെ കാണുന്നതിൽ വീഡിയോസ് എന്നത് സെലക്ട് ചെയ്താൽ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോയും കാണാനാകും. ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഓരോ വീഡിയോക്കൊപ്പമുണ്ട്.